എങ്ങനെയാണ് മാസ്റ്ററിനെ ആദ്യമായിട്ട് കണ്ടത്, അല്ലെങ്കിൽ ആ ഒരു കൂട്ടിച്ചേരൽ എങ്ങനെയായിരുന്നു ഫസ്റ്റ്? കൃത്യമായിട്ട് പറഞ്ഞ 1999 കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ദേവരാജ് മാസ്റ്റർ ഒരു ചികിത്സയ്ക്ക് വേണ്ടി അഡ്മിറ്റഡ് ആയി. അങ്ങനെ അഡ്മിറ്റഡ് ആയ സമയത്ത് ഞാനൊരു റെക്കോർഡിങ് നമ്മുടെ മ്യൂസിക് ഡയറക്ടർ തേജേട്ടന്റെ ഒരു പാട്ട് പാടാൻ കോഴിക്കോട് റെക്കോർഡിങ്ങിന് പോയി. അവിടെ ചെന്നപ്പോ കോഴിക്കോട് നേരത്തെ അദ്ദേഹം ഈ അടുത്ത കാലത്താണ് മരിച്ചുപോയത്, സംഗീത സംവിധായകൻ NP പ്രഭാകരൻ സാറിന്റെ. അപ്പൊ ഞാൻ അവിടെ ചെന്നാൽ എപ്പോഴും വിളിക്കും. അന്ന് പ്രഭാകരൻ സാറിനെ വിളിച്ചപ്പോൾ പറഞ്ഞു, എടാ ഇവിടെ ദേവരാജ മാസ്റ്റർ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആണ്, ഞാനൊന്ന് കാണാൻ പോകുന്നുണ്ട്. PK ഗോപി ലിറിക് റൈറ്റർ അദ്ദേഹം ഉണ്ട്, അപ്പൊ ഞങ്ങൾ രണ്ടും കൂടെ പോകുന്ന സമയത്ത് നീ കൂടെ വന്നാൽ പരിചയപ്പെടുത്തി തരാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ദേവരാജ മാസ്റ്ററെ കാണാൻ വേണ്ടി അവിടെ പോകുന്നു. അവിടെ ചെന്ന് അപ്പോൾ ഈ മൊബൈൽ ഫോൺ ഇറങ്ങിയ സമയമാണ്. അപ്പൊ എന്റെ കയ്യിലൊരു ഫോണുണ്ട്. അപ്പൊ എനിക്കൊരു സാമാന്യ ബുദ്ധി വന്നില്ല, ഈ ഫോണൊന്ന് സൈലന്റ് ആക്കി വെക്കണമെന്ന് തോന്നിയില്ല. മാസ്റ്റർ കാണാൻ സൈലന്റ് ആക്കാൻ പറ്റും, മറ്റേ കൊമ്പുള്ളത്, അതിന്റെ ഒന്നും അറിഞ്ഞൂടാ, വാങ്ങിയതേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കയറി, ആ റൂമിൽ കയറി നിൽക്കുമ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഒരു ബെല്ലടിച്ചു. ഫോൺ അതിഭീകരമായ ശബ്ദമാണ്. ഇന്നത്തെ പോലത്തെ സുഖമുള്ള ഇങ്ങനെ പാട്ടൊന്നും അല്ലല്ലോ. ഒരു ചെവി പൊട്ടുന്ന ശബ്ദത്തിൽ ബെല്ലടിക്കുന്നു, ഒരു മരണമാണ്. അപ്പൊ മാസ്റ്റർ ഒന്നാമത് ഈ മൊബൈൽ ഫോണൊക്കെ ഇറങ്ങിയ സമയത്ത് ദേഷ്യമുള്ള സമയം, ആരാവനെ ഇവിടെ കൊണ്ടുവന്ന് പിടിച്ച് പുറത്തിറക്കുന്നു പറഞ്ഞു. അങ്ങനെ എന്നെ ഗെറ്റ് ഔട്ട് അടിച്ചാണ് പരിചയപ്പെടുന്നത്. ആദ്യ ദിവസം എന്നെ വിളിച്ച് വെളിയിലിറക്കി. ഞാൻ വെളിയിൽ നിന്നു. ആദ്യം ഒന്നുമില്ല, എന്താ ഇതെന്ന് ചോദിച്ചതേ ഉള്ളൂ. ആദ്യം സോറി, ഒരു ചെറിയ തെറ്റ് പറ്റി കഥയിൽ കേട്ടോ. ആദ്യം എന്താന്ന് ചോദിച്ചാൽ പറഞ്ഞ് മൊബൈൽ ഫോൺ ആണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പെട്ടെന്ന് അങ്ങ് ഓഫ് ചെയ്തു. അപ്പോഴും സൈലന്റ് ആക്കുന്ന കാര്യത്തെ കുറിച്ച് ചിന്തിച്ചില്ല, മനസ്സിലായില്ല. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും ഫോൺ അടിച്ചപ്പോഴാണ് പിടിച്ച് വെളിയിലിറക്കാൻ പറഞ്ഞു. എന്നെ വിളിച്ച് പുറത്തിറക്കി. ഞാൻ ആ കൊറിഡോറിൽ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വരെ കുറച്ച് സമയം നിന്നു. അങ്ങനെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും മാസ്റ്ററുടെ വൈഫ് വന്നിട്ട് പറഞ്ഞു, അച്ഛൻ കുറച്ച് ദേഷ്യക്കാരാണ്, മോനത് കാര്യമാക്കണ്ട എന്നൊക്കെ പറഞ്ഞ് തിരിച്ച് കയറി വന്ന് സംസാരിച്ചു. എന്ത് ചെയ്യുന്നു എന്നൊക്കെ ചോദിച്ചു. ഞാനന്ന് കോളേജിൽ പഠിക്കുകയാണ്. എല്ലാം പറഞ്ഞു. ഒരു ചെറിയ പരിചയം മാത്രമേ ഉള്ളൂ. അതായത് എന്നെ ഒരു പാട്ടുകാരൻ എന്നുള്ള രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് കൊണ്ടുപോയത്. ആ രീതിയിൽ അങ്ങോട്ട് ഏറ്റില്ല.